Hi, hello, my dear students. This is the part 2 class or revision class of our social science. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്കുള്ള റിവിഷനാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റിവിഷൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പാർട്ട് 1 നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇത് അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്യുന്ന ചാപ്റ്റർ 6th ചാപ്റ്റർ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടൈമിലെ എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ട്. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ വേർഡ് തന്നെ എന്താണ്? റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഈ റിസോഴ്സ് എന്നുള്ള ആ വേർഡ് തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് കോൾഡ് റിസോഴ്സ്? എന്താണ് റിസോഴ്സ്? ഓക്കെ, ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ്? അപ്പോൾ റിസോഴ്സിനെ പറ്റി പൊതുവായിട്ടും ഹ്യൂമൻ റിസോഴ്സ് എന്താണെന്നുള്ളതിനെ പറ്റി പെർട്ടിക്കുലറായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ വരാം. വാട്ട് ഈസ് കോൾഡ് എ റിസോഴ്സ് ആൻഡ് വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ്? റിസോഴ്സസിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനാണ്, നാച്ചുറൽ റിസോഴ്സസും മാൻമെയ്ഡ് റിസോഴ്സസും. അപ്പോൾ അതിന് എക്സാമ്പിളും പഠിക്കുക. നാച്ചുറൽ റിസോഴ്സസ് അല്ലേ, ഒബ്റ്റെയിൻ ഫ്രം നേച്ചർ. റിസോഴ്സസ് ഒബ്റ്റെയിൻ ഫ്രം നേച്ചർ ഈസ് നാച്ചുറൽ റിസോഴ്സ്. റിസോഴ്സസ് മെയ്ഡ് ബൈ ഹ്യൂമൻ ബീങ്സ് ഈസ് കോൾഡ് മാൻമെയ്ഡ് റിസോഴ്സ്. എക്സാമ്പിൾ റോഡ്, മെഷീനറി, buildings, vehicles, all these are made by human beings, so they are man-made resources. But minerals, air, water, soil, all these are natural, so they are natural resources. Okay, can we use the natural resources as we wish? Why can't all resources be used the same way? നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് എല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ യൂസ് ചെയ്യാൻ പറ്റുമോ? അതാണ് ക്വസ്റ്റ്യൻ. നോ അല്ലേ? നമ്മളതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് അതിൻ്റെ നമുക്കുള്ള അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ എത്രമാത്രം അത് അവൈലബിൾ ആണ് എന്നതിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അതിനെപ്പറ്റിയുള്ള ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നോട്ട് ദ അവൈലബിലിറ്റി. ഓക്കെ, ഇനി റിസോഴ്സസിനെ നമുക്ക് മറ്റൊരു രീതിയിലും നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താം. റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. റിസോഴ്സസ് ദാറ്റ് ഡു നോട്ട് ഗെറ്റ് ഡിപ്ലീറ്റഡ് ആഫ്റ്റർ ദ യൂസ് ക്യാൻ ബി കോൾഡ് റിന്യൂവബിൾ റിസോഴ്സസ്. അതായത് ഉപയോഗം കൊണ്ട് ഡിപ്ലീറ്റഡ് ആയി പോകാത്ത റിസോഴ്സസ് ആണ് റിന്യൂവബിൾ റിസോഴ്സസ്. അത് വീണ്ടും വീണ്ടും റിന്യൂ ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അതാണ് റിന്യൂവബിൾ റിസോഴ്സസ്. ഓക്കെ, സൺലൈറ്റ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. സൺലൈറ്റ് എത്ര ഉപയോഗിച്ചാലും സൺലൈറ്റ് ഡിപ്ലീറ്റഡ് ആയി പോകുന്നില്ല, അത് ഇല്ലാതായി പോകുന്നില്ല, അതിന് ഡിമിനിഷ് ആയി പോകുന്നില്ല. എന്നാൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്താണ്? ഉപയോഗിക്കും തോറും ഡിപ്ലീറ്റഡ് ആയി പോകുന്ന റിസോഴ്സസ് ആണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അതാണ് നമ്മുടെ മിനറൽസ് ഒക്കെ, അയൺ, ഗോൾഡ് അല്ലെങ്കിൽ പെട്രോളിയം, ഓൾ ദീസ് ആർ നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അതെപ്പോഴും മനസ്സിൽ വെച്ചോണം. റിന്യൂവബിൾ റിസോഴ്സസ് ആണ് നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് നമ്മൾ അത്ര പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അപ്പം നമ്മൾ റിന്യൂവബിൾ റിസോഴ്സസിലേക്ക് നമ്മൾ ചേഞ്ച് ആയി വരണമെന്നാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചത്. ഓക്കെ, ദെൻ വാട്ട് ആർ മിനറൽസ്? ഇനി നമ്മൾ മിനറൽസ് നമുക്കറിയാം, ഒരു പ്രധാനപ്പെട്ട റിസോഴ്സാണ് മിനറൽസ്. നമുക്കറിയാം, നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ സമ്പത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഫാക്ടറിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എല്ലാം മിനറൽസാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാച്ചുറൽ റിസോഴ്സാണ് മിനറൽസ്. ഈ മിനറൽസിനെ പറ്റി നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? വാട്ട് ആർ മിനറൽസ്? എന്താണ് മിനറൽസ്? ഇനി വാട്ട് ആർ ഡിഫൈൻ ഓർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. മിനറൽസ് ഫൗണ്ട് ഇൻ ദ എർത്ത് crust in the form of ores become useful only after mining and processing. അപ്പോൾ ഓറായിട്ടുള്ള ഈ മിനറൽസിനെ നമ്മൾ അത് മൈൻ ചെയ്തെടുക്കുകയും അതിനെ പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് മിനറൽസ്, എന്താണ് ഓറ്? നെക്സ്റ്റ്, മിനറൽസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം
മെറ്റാലിക് മിനറൽസ് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ്. മിനറൽസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫിക്കേഷൻ, മെറ്റാലിക് എന്നും നോൺ മെറ്റാലിക് എന്നും. ഓക്കെ, മെറ്റാലിക് മിനറൽസ് എന്താണ്? അത് മെറ്റാലിക് എന്ന് നമുക്കറിയാം, അയണൊക്കെ മെറ്റാലിക് മിനറലാണ്. നോൺ മെറ്റാലിക്കലായിട്ടുള്ള മിനറൽസും ഉണ്ട്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ എല്ലാം നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അതെടുത്ത് പഠിക്കുക. എന്താണ് മെറ്റാലിക് മിനറൽസ്, എന്താണ് നോൺ മെറ്റാലിക് മിനറൽസ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിക്കണം. എക്സ്പ്ലെയിൻ മെറ്റാലിക് മിനറൽസ്. ഓക്കെ, മെറ്റാലിക് മിനറൽസ് എന്തൊക്കെയാണ്? മെറ്റാലിക് മിനറൽസ് ആർ നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസസ് ഇൻ നേച്ചർ ദാറ്റ് കണ്ടെയ്ൻ ട്രേസസ് ഓഫ് മെറ്റൽ. മെറ്റലിൻ്റെ ട്രേസസ് ഉള്ള പ്രകൃതിയിൽ കാണപ്പെടുന്ന മിനറൽസ് ആണ് മെറ്റാലിക് മിനറൽസ്. അപ്പം മെറ്റാലിക് മിനറൽ എന്നുള്ള പേര് നമ്മളൊരു മിനറലിന് കൊടുക്കണമെങ്കിൽ അതിനകത്ത് കുറച്ചെങ്കിലും അല്ലേ, ഇറ്റ് കണ്ടെയ്ൻ ട്രേസസ് ഓഫ് metal. Okay, the metal extracted from the metallic minerals through the refining processes is usually hard and lustrous. An example of this is the extraction of aluminum from bauxite. അപ്പം ഈ മെറ്റാലിക് ഭാഗങ്ങൾ മിനറൽസിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്ത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയ ഒരു പ്രോസസ്സാണ്. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ബോക്സൈറ്റ് എന്ന് പറയുന്ന ഓറിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അലൂമിനിയത്തിൻ്റെ ഓറാണ് ബോക്സൈറ്റ്. ബോക്സൈറ്റിനകത്ത് ഏറ്റവും കൂടുതലുള്ള മെറ്റൽ എന്ന് പറയുന്നത് അലൂമിനിയമാണ്. ഓക്കെ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മെറ്റാലിക് മിനറൽസ്? മെറ്റാലിക് മിനറൽസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഫെറസ് മെറ്റൽസും നോൺ ഫെറസ് മെറ്റൽസും ഉണ്ട്. അപ്പിയർ ഗ്രേ, ഫെറസ് മെറ്റൽസ് അപ്പിയർ ഗ്രേ, magnetic in nature and heavy. Okay, non-ferrous metals appear in different colors, non-magnetic, relatively lightweight. അപ്പോൾ ഫെറസ് മെറ്റൽസും ഉണ്ട്, നോൺ ഫെറസ് മെറ്റൽസും ഉണ്ട്. ഓക്കെ, ഫെറസ് മെറ്റൽസ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഗ്രേ കളറായിരിക്കും, അതിനൊരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു നേച്ചറും കാണും. എന്നാൽ നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയാം, അതിനകത്ത് അയണിൻ്റെ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ടാണല്ലോ അതിന് മാഗ്നറ്റിക് പവർ ഉള്ളത്. എന്നാൽ നോൺ ഫെറസ് ആയിട്ടുള്ള മെറ്റൽസിനകത്ത് അയണിൻ്റെ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഡിഫറെൻറ്റ് കളേഴ്സിൽ കാണപ്പെടുന്നു, അത് നോൺ മാഗ്നറ്റിക്കും ആയിരിക്കും. ഓക്കെ, ലൈറ്റ് വെയ്റ്റും ആയിരിക്കും. അതേസമയം ഫെറസ് മെറ്റൽസ് ഒക്കെ ഹെവി ആയിരിക്കും, വെയിറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. അപ്പോൾ മെറ്റൽസിനെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ നടത്താനായിട്ട് പറ്റും. നെക്സ്റ്റ്, മിനറൽസിന് എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. ഗോൾഡ്, അയണ്, കോള്, മാംഗനീസ്, ഓൾ ദീസ് ആർ മേജർ മിനറൽസ്. മിനറൽസിൻ്റെ പ്രധാനപ്പെട്ട മിനറൽസ് ആണ് ഗോൾഡ്. ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മിനറലാണ് ഗോൾഡ്. പിന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മിനറലാണ് അയൺ. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു എനർജി മിനറലാണ് കോൾ. പിന്നെ അയണിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ആഡ് ചെയ്ത് സ്റ്റീൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനറലാണ് മാംഗനീസ്. അതിൻ്റെയൊക്കെ സ്റ്റേറ്റുകളൊക്കെ തന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഏതെല്ലാം സ്റ്റേറ്റിലാണ് ഗോൾഡ് കാണപ്പെടുക, എവിടെയാണ് അയൺ കാണപ്പെടുക, എവിടെയാണ് കോൾ കാണപ്പെടുക, എവിടെയാണ് മാംഗനീസ് കാണപ്പെടുക. അയൺ ഉള്ളിടത്തൊക്കെ മാംഗനീസും കാണും കേട്ടോ. കാരണം എന്താ വെച്ചാൽ അയണും മാംഗനീസും നമുക്ക് സ്റ്റീലിൻ്റെ നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അയണും മാംഗനീസുമാണ്. ഓക്കെ, ഇനി അത് പ്രവർത്തിപ്പിക്കാനായിട്ട്, അങ്ങനത്തെ പ്ലാന്റുകളൊക്കെ പ്രവർത്തിപ്പിക്കാൻ അന്ന് കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് കോളായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയുള്ള പ്രദേശങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഒരേ പ്രദേശങ്ങളിൽ തന്നെ ഇത് മൂന്നും കാണാൻ പറ്റും. ഏതൊക്കെയാണ്? അയണും കോളും മാംഗനീസും. ചില സ്റ്റേറ്റുകളൊക്കെ നിങ്ങൾ കണ്ടോ, ജാർഖണ്ഡ്, ഒഡീസ, അതുപോലുള്ള മഹാരാഷ്ട്ര, അതുപോലുള്ള സ്റ്റേറ്റുകളൊക്കെ നോക്കിക്കേ, ഈ മൂന്ന് മിനറൽസും ആ പ്രദേശങ്ങളിൽ നമുക്ക് അവൈലബിൾ ആണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെയുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റ് അനുസരിച്ചാണ് വരിക. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മിനറൽസ് ആയിരിക്കും. മിനറൽസ് അതും മെറ്റലായിട്ടുള്ള മിനറൽസും എല്ലാം വളരെയേറെ നമ്മൾ റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. ഓക്കെ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്? അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആൻഡ് ആനിമൽ ബേസ്ഡ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രികളെ തന്നെ നമുക്ക് 4-5 കാറ്റഗറി ആയിട്ട് തിരിക്കാം. 5 കാറ്റഗറീസ്. അഗ്രോ ബേസ്ഡ് എന്താണ് അതിൻ്റെ അർത്ഥം? അഗ്രികൾച്ചറിലൂടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും അങ്ങനെയുള്ള ഇൻഡസ്ട്രികളിലെ റോ മെറ്റീരിയൽ. എക്സാമ്പിൾ ഷുഗർ ഇൻഡസ്ട്രി.
ഷുഗർ ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയൽ എന്താണ്? ഷുഗർ കെയിനാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ ഇൻഡസ്ട്രിയെ എന്തായിട്ട് വിളിക്കാം? ഒരു അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി എന്ന് പറയാം. ജൂട്ട് ഇൻഡസ്ട്രിയും അത് തന്നെയാണ്. ജൂട്ട് ഇൻഡസ്ട്രി, കോട്ടൺ ഇൻഡസ്ട്രി അത് തന്നെയാണ്. കാരണം ഇതെല്ലാം അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രികളാണ്. എന്നാൽ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രിക്ക് എക്സാമ്പിളായിട്ട് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, മിനറൽസ് ഉപയോഗിച്ച് അയണും കോളും മാംഗനീസും ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഇൻഡസ്ട്രികളെയാണ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ധാരാളം ഉണ്ട്. ഗോൾഡ് ഇൻഡസ്ട്രി, കോപ്പർ ഇൻഡസ്ട്രി, അങ്ങനെയുള്ളതെല്ലാം മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രികളാണ്. ഓക്കെ. ഇനി കെമിക്കൽ ഇൻഡസ്ട്രി എക്സാമ്പിൾ എന്താണ്? പെട്രോളിയം ഇൻഡസ്ട്രി. കാരണം പെട്രോളിയം എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ആകുന്നത് നിങ്ങൾക്കറിയാം. നമ്മുടെ ജീവികളുടെയൊക്കെ അവരുടെ ബോണും അങ്ങനെ അവരുടെ ശരീരഭാഗങ്ങളൊക്കെ മണ്ണിനകത്ത് പൂഴ്ന്നു കിടന്ന് വർഷങ്ങളെടുത്തുണ്ടാകുന്നതാണ് പെട്രോളിയം. അപ്പോൾ അതൊരു കെമിക്കൽ ഇൻഡസ്ട്രി ആയിട്ടാണ് അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക. ദെൻ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രൊഡ്യൂസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഉള്ള ഇൻഡസ്ട്രികളെയാണ് നമ്മൾ ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രി. പേപ്പർ ഇൻഡസ്ട്രി അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. കാരണം ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന തടികളൊക്കെയാണ് അതിൻ്റെ റോ മെറ്റീരിയൽ. ഓക്കെ, പേപ്പർ ഇൻഡസ്ട്രി. ദെൻ ആനിമൽ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ് ലെതർ. ആനിമൽസിൻ്റെ തൊലി ഒക്കെ ഉപയോഗിച്ചാണ് ലെതർ ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആനിമൽ ബേസ്ഡ് ഇൻഡസ്ട്രിക്ക് എക്സാമ്പിളാണ് ലെതർ ഇൻഡസ്ട്രി. അപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെ നമ്മൾ 5 കാറ്റഗറി ആയിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ പഠിച്ചോണം കേട്ടോ. നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിവിഷനാണ്. നിങ്ങൾ ഇതൊക്കെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഫ്രം ദ ഫിഗർ. ഇത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ആയിട്ട് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടാറ്റ ബേസ്ഡ് ഇൻഡസ്ട്രി അതിൻ്റെ അയൺ സ്റ്റീൽ പ്ലാന്റിൻ്റെയൊക്കെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ടാറ്റ അവരുടെ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റുകളൊക്കെ അവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചില പ്രത്യേക സ്ഥലങ്ങളിലാണ്. അതിന് ചില പ്രത്യേകതയുണ്ട് ആ സ്ഥലങ്ങൾക്ക്. ഒന്നെന്താണ്? അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ടാറ്റ മാത്രമല്ല കുട്ടികളെ, ഈ ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും ഏതൊരു ഫാക്ടറി ആണെങ്കിലും എവിടെ നമ്മൾ ആ ഫാക്ടറിയെ ലൊക്കേറ്റ് ചെയ്ത് സ്ഥാപിക്കുന്നോ ആ സ്ഥലത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ, കുറേ ഫാക്ടേഴ്സ് അവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ആ പർട്ടിക്കുലർ സ്ഥലം നമ്മളൊരു ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത്. അത് അയൺ ആൻഡ് സ്റ്റീൽ ആണെങ്കിലും ടാറ്റയുടെ ആണെങ്കിലും ബിർളയുടെ ആണെങ്കിലും ഏത് ആളുകളുടെ ആണെങ്കിലും ഒരു പ്ലാന്റ് നമ്മൾ സ്ഥാപിക്കണമെങ്കിൽ, ഒരു ഇൻഡസ്ട്രി നമ്മൾ സ്ഥാപിക്കണമെങ്കിൽ ഈ പറയുന്ന ആ ഫാക്ടേഴ്സ് തന്നെയാണ് എല്ലാത്തിനും വരുന്നത്. ഒന്നാമത്തെ നോക്കിയേ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ. എല്ലാ ഫാക്ടറികൾക്കും അത് ആവശ്യമാണ്. അടുത്തത് എന്താണ്? പ്രോക്സിമിറ്റി ഓഫ് ദ പോർട്ട്. പോർട്ട് വേണം. കാരണം എന്താണ്? ഇമ്പോർട്ടും എക്സ്പോർട്ടും നടക്കണം. അതിനെന്ത് വേണം? ഒരു പോർട്ട് വേണം. എന്താണ് പോർട്ടിൻ്റെ മലയാളം? തുറമുഖം അല്ലേ? പോർട്ടിൻ്റെ അവൈലബിലിറ്റി. മുംബൈയൊക്കെ വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളും വലിയ ഇൻഡസ്ട്രികളുള്ള സ്ഥലങ്ങളുമായി മാറിയിരിക്കുന്നതിനാണ് അവൈലബിലിറ്റി ഓഫ് പോർട്ടാണ്. അതുപോലെ കൊൽക്കത്ത. ഓക്കെ, അപ്പോൾ പോർട്ട്. ദെൻ മാർക്കറ്റ്. അവിടെ ഒരു നല്ല മാർക്കറ്റ് കിട്ടണം. അതായത് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന ഫൈനൽ പ്രോഡക്റ്റ് സെയിൽ നടക്കണമെങ്കിൽ അവിടെ മാർക്കറ്റ് ഉണ്ടാകണം. അപ്പോൾ അതും അതിൻ്റെ ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ റോ മെറ്റീരിയൽ അവിടെ അടുത്ത് തന്നെ കിട്ടണം. ഏത് ഇൻഡസ്ട്രിയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഇൻഡസ്ട്രിക്ക് വേണ്ട റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കൾ ആ പ്രദേശത്ത് തന്നെ ലഭിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദൂരെ നിന്ന് ഈ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് കൂടുതൽ കോസ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കുറയും. അതുകൊണ്ട് ഇൻഡസ്ട്രികൾ ഇപ്പോഴും റോ മെറ്റീരിയൽ അവൈലബിൾ ഉള്ള സ്ഥലത്താണ്. കോട്ടൺ ഇൻഡസ്ട്രി നമ്മൾ അങ്ങനെയുള്ള ഫാക്ടറികൾ, കോട്ടൺ ഫാക്ടറീസ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? കോട്ടൺ എവിടെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ സ്ഥലങ്ങളിലാണ് നമ്മൾ അങ്ങനെയുള്ള ഫാക്ടറികൾ സ്ഥാപിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, ദെൻ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, റോഡ്, റെയില്, അങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, ദെൻ അവൈലബിലിറ്റി ഓഫ് ലേബർ. നമുക്കറിയാം ഒരു ഫാക്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വർക്കേഴ്സാണ്, ലേബറേഴ്സാണ്. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് ലേബർ, ഇതെല്ലാം എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഈ ഫാക്ടേഴ്സ് എഴുതാൻ പറ്റും. എവിടെയാണ് ഒരു ഇൻഡസ്ട്രി ആരംഭിക്കുക, അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ഓക്കെ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ഇനി എനർജി എഴുതാം. അവൈലബിലിറ്റി ഓഫ് എനർജി, ഇലക്ട്രിസിറ്റിയുടെയും ഒക്കെ അവൈലബിലിറ്റിയും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മെഷീൻ പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, എനർജി, അതും നമുക്കൊരു ഫാക്ടറായിട്ട് എഴുതാം. ഓക്കെ, അടുത്തത് നമ്മുടെ പൊല്യൂഷനെ സംബന്ധിച്ചാണ് നെക്സ്റ്റ് പാർട്ട് വരുന്നത്. പൊല്യൂഷൻ എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വരാം. അത് എത്ര ടൈപ്പ് ഉണ്ടെന്ന് ചോദിക്കാം. വിച്ച് ആർ ദ വേരിയസ് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ? എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ദെൻ
സോയിൽ പൊല്യൂഷൻ അല്ലേ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, അത് അത്രയും പൊല്യൂഷൻസ് ആണുള്ളത്. അതായത് നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു പൊല്യൂഷനാണ് നോയ്സ് പൊല്യൂഷൻ. നമ്മൾ ഈ 3 എഴുതും. ആദ്യത്തെ 3 നമ്മൾ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പലപ്പോഴും നമുക്ക് മറന്നു പോകുന്ന ഒരു ഐറ്റമാണ് നോയ്സ് പൊല്യൂഷൻ. ഓർക്കുക, എയർ പൊല്യൂഷനുണ്ട്, വാട്ടർ പൊല്യൂഷനുണ്ട്, സോയിൽ പൊല്യൂഷനുണ്ട്, അതുപോലെ തന്നെയുള്ള ഒരു പൊല്യൂഷനാണ് നോയ്സ് പൊല്യൂഷൻ. അപ്പോൾ അതെന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അടുത്തത് റിസോഴ്സ് ഡിപ്ലീഷൻ. നമുക്കറിയാം നമ്മുടെ ലോകം നേരിടുന്ന, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും ഒക്കെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ് റിസോഴ്സ് ഡിപ്ലീഷൻ. അതായത് പെട്രോളിയം, കോള്, അങ്ങനെയൊക്കെയുള്ള മിനറൽസ്, പല മിനറൽസും ഡിപ്ലീറ്റഡ് ആയി പോവുകയാണ്. അതിൻ്റെ അവൈലബിലിറ്റി ഉപയോഗിക്കും തോറും, മൈനിങ് നടക്കും തോറും അത് കുറഞ്ഞു വരുന്നു. വീണ്ടും അത് നിർമ്മിക്കപ്പെടുന്നില്ല, റിന്യൂ ആകുന്നില്ല. അപ്പോൾ റിസോഴ്സ് ഡിപ്ലീഷൻ നമ്മുടെ ഇൻഡസ്ട്രികളെ ബാധിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം എന്താണ്, റോ മെറ്റീരിയൽസ് ഇല്ലാതെ വരികയും ഫാക്ടറികളിൽ റോ മെറ്റീരിയൽ ഇല്ലാതെ വരുമ്പോൾ പ്രൊഡക്ഷൻ കുറയും. അങ്ങനെ പ്രൊഡക്ഷൻ കുറഞ്ഞ് നമുക്ക് രാജ്യത്തിന് ഫിനാൻഷ്യലായിട്ടുള്ള തിരിച്ചടി നേരിടുകയും ചെയ്യും. അപ്പോൾ റിസോഴ്സ് ഡിപ്ലീഷനെ പറ്റി പഠിക്കുക. നെക്സ്റ്റ് റീജിയണൽ ഇനീക്വാളിറ്റി, ദെൻ അർബനൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്യൂസിഡേറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, അതൊന്ന് പഠിച്ചോണം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ അറിയാമല്ലോ, റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ. അപ്പോൾ സസ്റ്റൈനബിലിറ്റി ഒരു പ്രധാനപ്പെട്ട കീവേഡാണ്. സസ്റ്റൈനബിലിറ്റി, ആ കീവേഡിൽ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ സസ്റ്റൈനബിലിറ്റി? കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, എലുസിഡേറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വേണം, പക്ഷേ അതെന്തായിരിക്കണം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിരിക്കണം. എന്താണെന്ന് നോക്കിയാൽ, ഇറ്റ് എയിംസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് വിതൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. ഓക്കെ, ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽ വേണം. റോ മെറ്റീരിയൽ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഒന്നുകിൽ ഫോറസ്റ്റിൽ നിന്ന്, അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ എർത്തിൻ്റെ ക്രസ്റ്റിൽ നിന്ന്, മൈനിങ്ങിലൂടെ എടുക്കുന്നു. ഇതൊക്കെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ ജനറേഷൻ ഈ പറയുന്ന റിസോഴ്സസ് ഉപയോഗിക്കുമ്പോൾ നെക്സ്റ്റ് വരാൻ പോകുന്ന ജനറേഷനെ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് അവർ കൂടി ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇന്നത്തെ മനുഷ്യരെ ഈ റിസോഴ്സസിനെ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നതിനെയാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. അതായത് റിസോഴ്സസ് തീർന്നു പോകാതെ അതിനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുമ്പോൾ നെക്സ്റ്റ് ജനറേഷനും കൂടി ഈ റിസോഴ്സസ് ഒക്കെ ലഭിക്കുകയും അത് ഡിപ്ലീറ്റഡ് ആയി പോകാതെ നമുക്കതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യാം. അങ്ങനൊരു ബാലൻസ്ഡ് ഉപയോഗത്തെയാണ് നമ്മൾ എന്ത് പറയുക, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. അത് നമ്മുടെ ടെക്സ്റ്റിൽ നന്നായിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റിൽ നിന്നും അത് നോക്കിയെടുത്ത് വായിച്ച് പഠിക്കുക, എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, എങ്കിൽ മാത്രമേ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനും വെൽഫെയർ ഉണ്ടാവുകയും അവർക്കും ഡെവലപ്മെൻറ്റിലേക്ക് വരാനും സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈ റോ മെറ്റീരിയൽസും ഈ റിസോഴ്സസും ഇന്നത്തെ ജനറേഷൻ്റെ ഉപയോഗം കൊണ്ട് കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ് ആയി പോവുകയും നെക്സ്റ്റ് ജനറേഷൻ ഇല്ലാതെ പോവുകയും ചെയ്യും. അപ്പോൾ അവരെ കൂടി ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ജനറേഷനെ ഉപയോഗിക്കുന്നതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഇനിയത്തെ കാലത്ത് ലോകത്തിന് വേണ്ട ഒന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അത് റിസോഴ്സസിൻ്റെ ബുദ്ധിപൂർവമായിട്ടുള്ള ഉപയോഗത്തെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആർ എ കളക്ഷൻ ഓഫ് 17 goals proposed by the United Nations in 2015 to achieve them by 2030. 2030 കൊണ്ട് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യണം എന്ന ഒരു വിഷനാണ് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനായി എല്ലാ രാജ്യങ്ങളും പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യവും അതിനായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പഠിക്കുക, പൊല്യൂഷൻ പഠിക്കുക. അതിനു മുമ്പ് നമ്മൾ പഠിച്ച നമ്മുടെ എല്ലാ റിസോഴ്സസിനെ പറ്റിയുള്ള മെറ്റാലിക്, നോൺ മെറ്റാലിക്, റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ എല്ലാം പഠിക്കുക. ഈ ചാപ്റ്റർ വളരെ നല്ല ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിൽ നിന്നുള്ള മുഴുവൻ സ്കോറും നേടിക്കോണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് ടീച്ചർ വീണ്ടും എത്തുന്നതായിരിക്കും. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്.